ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ 8 മിനിറ്റാണ് നിങ്ങളെടുത്തത്. 4 പ്രാവശ്യം ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞൊക്കെയാണ് നിങ്ങൾ അയാളെ കൺവെൻഷൻ റൂമിൽ കൊണ്ടുപോയത്. അതെന്താണ് കാരണം? അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തായിരുന്നു അവിടെ ഒരു അടിയും വഴക്കുമൊക്കെ എന്തായിരുന്നു അനുമോള് എന്ന് അനുമോളോട് ചോദിക്കുക ലാലേട്ടൻ. അനുമോള് പറയാം, ലാലേട്ട ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉണ്ടാകാൻ കാരണം അക്ബറാണ്. പിന്നെ അക്ബർ പറയുന്നത്, ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കി? അക്ബറാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. ഞങ്ങൾ രാത്രി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതാണ്. അക്ബർ പറയാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് കയറി ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. ഞാനോ ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനാണോ ഈ പ്രശ്നത്തിന് കാരണം? ലാലേട്ട ഇത് വളച്ചൊടിക്കുകയാണ്, ഇതങ്ങനെ വിടല്ലേ, ഇത് വളച്ചൊടിക്കുകയാണ് ലാലേട്ട. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയതാണ് അനുമോള് പറയുന്നത്? ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് അനുമോളോട് വീണ്ടും ചോദിക്കുന്നത്. അനുമോള് പറയുന്നത്, അതെ അക്ബർ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത്, അനുമോൾ സംസാരിക്കട്ടെ, അക്ബർ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അനുമോള് പറയുന്നത്, നിങ്ങൾ തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇവിടെ ഞങ്ങൾ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് പോയി. രാത്രിയിൽ ലൈറ്റ് ഓഫ് ആയതിന് ശേഷമാണ് എല്ലാവരും ഭക്ഷണം കഴിച്ച് പാത്രം കഴുകുന്നത്. അപ്പോൾ അതിൽ ഇച്ചിരി അഴുക്കോ പൊടിയോ ഒക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മളതൊന്ന് പാത്രം കഴുകി എടുത്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇവർ രാവിലെ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ പാത്രം കഴുകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, രാവിലത്തെ ഡ്യൂട്ടി എൻ്റെ അല്ലെന്ന് പറഞ്ഞു. അപ്പം ഷാനവാസിക്ക വന്നപ്പോൾ ഷാനവാസിക്ക എടുത്ത് പറയുന്നത്. അപ്പോൾ ഷാനവാസിക്ക കുളിച്ചിട്ട് വന്നതായിരുന്നു. ഷാനവാസിക്ക പറയുന്നത്, ഇല്ല പാത്രം കഴുകത്തില്ല. ഷാനവാസിക്ക വന്ന് ആ പാത്രം എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ചെറിയൊരു പൊടിയാണ് കാണുന്നത്. അപ്പോൾ ഷാനവാസിക്ക പറഞ്ഞു, ഞാൻ കഴുകത്തില്ലെന്ന്. അവിടെ മുതൽ ഈ അക്ബർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഇവർ പാത്രം കഴുകാതെ ഭക്ഷണം ഉണ്ടാക്കത്തില്ലെന്നായി. ഷാനവാസിക്ക കഴുകത്തില്ലെന്നും പറഞ്ഞു. അങ്ങനെയാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ടായത്. അക്ബർ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നുണ്ട്. അനുമോട് പറഞ്ഞു, ഞാൻ പറയട്ടെ. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം ഉണ്ടാക്കി തരത്തില്ലാന്ന് പറഞ്ഞിട്ട് നിവിനോടും ആര്യനോടും അക്ബർ പറഞ്ഞു, പാത്രം കഴുകിയാലേ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാവുള്ളൂ. എന്നിട്ട് അവർ വാശിപ്പുറത്ത് അവിടെ പോയി ഇരിക്കുകയായിരുന്നു. ഇവരൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിരുന്നു രാവിലെ ആ പ്രശ്നം, പാത്രം കഴുകുന്നില്ല എന്നുള്ള പ്രശ്നം എടുത്തിട്ട് ആ വഴക്ക് ഇത്രയും വലുതാക്കിയെന്ന് അനുമോൾ പറയുന്നത്. ആര്യനുമായിട്ട് എന്തായിരുന്നു അനുമോൾക്ക് പ്രശ്നമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നത്. അത് ലാലേട്ടൻ ഷാനവാസിക്ക വീണ സമയത്ത് ആര്യൻ ഭയങ്കര ചിരിയായിരുന്നു. അങ്ങനെ ചിരിച്ച് നിന്ന ആൾ പെട്ടെന്ന് വന്നിട്ട് ഷാനവാസിക്ക പിടിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, തൊട്ടുപോലും എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എൻ്റെ കൈ തട്ടി മാറ്റി. അവിടെ അതാണ് സംഭവിച്ചതെന്ന് അനുമോൾ പറയുന്നത്.